ഓൾ ഇന്ത്യ സിവിൽ സർവീസിൽ ഉന്നത റാങ്ക് നേടി കൊല്ലം ചാത്തന്നൂർ സ്വദേശി ദേവിക പ്രിയദർശിനി. തിരുവനന്തപുരത്തെ ഐലൈൻ IAS അക്കാദമിയിലായിരുന്നു ദേവികയുടെ പഠനം. ഐലൈൻ അക്കാദമിയിൽ പഠിച്ച 50ഓളം പേരാണ് ഇത്തവണ സിവിൽ സർവീസ് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയത്. സിവിൽ സർവീസ് റാങ്ക് ലിസ്റ്റിൽ ആദ്യ 100 പേരിൽ 6 പേർ മലയാളികൾ. അതിൽ 5 പേരും തിരുവനന്തപുരത്തെ ഐലൈൻ IAS അക്കാദമിയിൽ പഠനം നടത്തിയവർ. എൻ്റെ പേര് ദേവിക പ്രിയദർശിനി എന്നാണ്. ഈ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ 95ാമത്തെ റാങ്കാണ്. സിവിൽ സർവീസിന് ഞാൻ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചിട്ട് ഐലേണിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഐലേണിലെ മാർച്ച് ബാച്ചിലെ സ്റ്റുഡൻ്റാണ്, 23 ബാച്ച്. ഓൺലൈനായിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ ചൂസ് ചെയ്തത്. ഐലേണിൽ പഠിച്ച 3 പേർക്ക് ആദ്യ ശ്രമത്തിൽ തന്നെ സിവിൽ സർവീസ് ലഭിച്ചു. 50ഓളം പേർ ആകെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി. എൻ്റെ പേര് രാഹുൽ രാഘവൻ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ഉദുമ സ്വദേശിയാണ്. എനിക്ക് ഈ വർഷത്തെ സിവിൽ സർവീസ് എക്സാമിനേഷനിൽ 404ാമത്തെ റാങ്കാണ് കിട്ടിയത്. എൻ്റെ പേര് ആദിൽ ഷുക്കൂർ. ഇപ്രാവശ്യം റാങ്ക് 822 കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ 5ാമത്തെ അറ്റംപ്റ്റാണ്. എൻ്റെ പേര് ഗ്രീഷ്മ KB. ഈ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ എനിക്ക് 559ാമത്തെ റാങ്ക് ഉണ്ട്. എൻ്റെ പേര് കിരൺ. ഞാൻ തിരുവനന്തപുരം പാറശാല സ്വദേശിയാണ്. ഇതെൻ്റെ 5ാമത്തെ അറ്റംപ്റ്റ് ആണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ മെയിൻസും ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ്. എൻ്റെ പേര് അക്ഷയ്. ഞാൻ എറണാകുളത്ത് വരാപ്പുഴ സ്വദേശിയാണ്. എൻ്റെ ആദ്യത്തെ പ്രിലിംസ് ആണ്, ആദ്യത്തെ മെയിൻസ് ആണ്, ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ്. കഠിനമായ സിവിൽ സർവീസ് പരീക്ഷയിൽ ദേവിക കരസ്ഥമാക്കിയത് 95ാം റാങ്ക്. ദേവികയ്ക്കും റാങ്ക് നേടിയ മറ്റുള്ളവർക്കും ഐലൈൻ അക്കാദമി സ്നേഹാദരവും സ്വീകരണവും നൽകി. ദേവിക നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള ഫസ്റ്റ് അറ്റംപ്റ്റാണ്. അപ്പം ദേവിക വന്ന് ആ ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ ദേവിക പ്രിലിംസ് എഴുതുന്നു, മെയിൻസ് എഴുതുന്നു, ഇൻ്റർവ്യൂ വരുന്നു. ആ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യുന്നു എന്നുള്ളതാണ്. 800+ hours ഓഫ് ക്ലാസ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ പ്രോസസ്സിൽ കൂടെ ഓൾറെഡി പാസ് ചെയ്ത് പോയിട്ടുള്ളവരാണ് ഞങ്ങളൊക്കെ. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ 2 തവണ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ്. അപ്പം ഞാൻ തോറ്റു ഒരാളാണ് ഈ പരീക്ഷയിൽ. അപ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്ത് ചെയ്യരുത് എന്നുള്ളത്. അതാണ് നമ്മൾ കാണുന്ന മറ്റൊരു കൃത്യമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത്. പേഴ്സണൽ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ മെൻറ്റർഷിപ്പിൽ കൂടിയാണ് ഇവരെ നമ്മൾ കുറച്ചുകൂടെ ഹാൻഡ് ഹോൾഡ് ചെയ്ത് ഈ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കുന്നത്. പഠനമുറികളിലെ കാർക്കശ്യമല്ല, ഒരു കുടുംബം പോലെയാണ് ഐലൈനിലെ പഠന രീതിയെന്ന് അക്കാദമി ഡയറക്ടർ മുഹമ്മദ് ഷിനാസ് പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.